നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 318 എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. മഹാകവി എം.ബി. അപ്പൻ്റെ മകനും എഴുത്തുകാരനുമായ ശ്രീ എം.ബി. അയ്യപ്പൻ എന്ന എഴുത്തുകാരനെ കണ്ടുമുട്ടിയതും ആ അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്രതീക്ഷിതമായി ഈ ഡിസംബർ 10-ാം തീയതി വഴുതയ്ക്കാട്ടുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് തോന്നി എന്തായാലും 32 വർഷങ്ങൾക്ക് ശേഷമാണ് വഴുതയ്ക്കാട്ടെ ആ ഏരിയയിൽ ഞാൻ വരുന്നത്. മനസ്സിൽ തോന്നി മഹാകവി എം.ബി. അപ്പൻ്റെ വീടൊന്ന് സന്ദർശിക്കാം, അവിടെ ആരൊക്കെ ഉണ്ടാവും, കാലം ഇത്രയും കടന്നിരിക്കുന്നു. അങ്ങനെ വഴുതയ്ക്കാട്ടുള്ള മഹാകവി എം.ബി. അപ്പൻ റോഡ് എന്ന് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എൻ്റെ ചിന്തയിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ അവാർഡ് കിട്ടുന്നതിനേക്കാൾ ഉപരി മഹത്വം വിളിച്ചോന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റോഡിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ചിന്തയാണ് പറയുന്നത് കേട്ടോ. ഒരു ജ്ഞാനപീഠം അവാർഡ് കിട്ടിയാൽ കിട്ടുന്ന പ്രശസ്തിയും ചിന്തയും അതിനേക്കാൾ ഉപരി കാലാന്തരത്തോളം എന്നും അതുവഴി കടന്നു പോകുന്ന ഓരോ മനുഷ്യരുടെ കണ്ണുകളിലും തെളിയുന്ന ഒരു ഫലകം മഹാകവി എം.ബി. അപ്പൻ റോഡ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്ത് ഉച്ചയോടടുക്കുന്നു. നല്ല വെയിലുമുണ്ട്. നടക്കുകയാണ്. നടന്ന് പലരോടും ഞാൻ ചോദിക്കുമ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ 1-2 ഹോട്ടലുകളിലും അതിനടുത്തുള്ള കടകളിലുമൊക്കെ സെക്യൂരിറ്റി ആയിട്ടും കടക്കാരോടും ഞാൻ ഇങ്ങനെ ചോദിച്ചു, മഹാകവി എം.ബി. അപ്പൻ സാറിൻ്റെ വീട് എവിടെയാണെന്ന്. അത് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കൂ. അപ്പോൾ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ്, നിങ്ങൾ ഇവിടുത്തെ ഉടമയാണ്. ഈ റോഡിൻ്റെ പേരിട്ടുള്ള ആ മഹാൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ പക്ഷം അതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നല്ലേ. എന്നെപ്പോലെ വിദൂരതയിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ഒന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിയിൽ ഒതുക്കി പലരും. അപ്പം ഞാൻ വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം നടന്ന് പലരോടും ചോദിച്ച് അവർക്കാർക്കും ആ വീട് ഓർമ്മയില്ല. അങ്ങനെ ഒരു നഴ്സറിയുടെ അടുത്ത് നിന്നപ്പോൾ അവിടെ വന്ന ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മഹാകവി എം.ബി. അപ്പൻ്റെ വീട് ഏതാണ്, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അപ്പോൾ അവരൊന്ന്, സർ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഒരു നഴ്സറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ അവിടെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരികയാണ്. ഇവിടെ ഇപ്പോൾ ആരും താമസമില്ല. 2-3 വർഷമായിട്ട് നഴ്സറി കുറേ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും അവരൊക്കെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇതാണ് അപ്പൻ സാറിൻ്റെ വീട്. നിങ്ങൾ ഇതിനകത്ത് കയറി ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയോ ഡീറ്റെയിൽസും ഫോൺ നമ്പർ കിട്ടും. നിങ്ങൾ അകത്ത് കയറി ചോദിക്കൂ. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അകത്ത് കയറി. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്ന കവിതാസമാഹാരത്തിന് അവതാരിക എഴുതി തന്നത് മഹാകവി എം.ബി. അപ്പനാണ്. എൻ്റെ കല്യാണത്തിന് അദ്ദേഹം പങ്കെടുക്കുകയും എന്നെ ആശീർവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സരള ലളിത കാവ്യധാരയാൽ സരസജനത്തിന് എന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് അദ്ദേഹം ഒരു 6 വരി കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും സാറിനെ കണ്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെ ആ തിളച്ച ചൂടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു 3/4 കിലോമീറ്റർ നടന്ന് അവിടുന്ന് എം.ബി. അപ്പൻ സാറിൻ്റെ മകൻ്റെ ഫോൺ നമ്പറും വാങ്ങി തിരികെ നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഹിന്ദി പ്രചാര സഭയുണ്ട്. സഭയുടെ അടുത്ത് ടാഗോർ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇടവഴിയിലൂടെ പോയാൽ ഒരു 100 വീടുണ്ട്.
അതിലേതെങ്കിലും ഒന്നിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മകൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ചിലർ കടന്നുപോയി. അവിടെ തന്ന ഫോൺ നമ്പർ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ആരും വിളിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം ഒരു 2-2:30 മണി കഴിഞ്ഞിരിക്കുന്നു. നടന്ന് തളർന്ന് അവശനായി. ഹിന്ദി പ്രചാര സഭയിലെ പ്രസാദ്ജി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രസിഡന്റിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് അതിനോട് ചേർന്നുള്ള വഴിയിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ പല വഴികൾ. ഇപ്പോൾ ഒരു വഴിയിലൂടെ ചെന്നാൽ പ്രൊഫസർ വാൻവി ഗ്രൂപ്പിൻ്റെ വീടുണ്ട് ഇന്ത്യവരം. പിന്നെ അതിൻ്റെ കുറച്ച് വേറൊരു വഴിയിലൂടെ പോയാൽ ചെമ്മനം ചാക്കോ താമസിക്കുന്ന വീടുണ്ട്. അങ്ങനെ അതിനകത്തോട് കടക്കുമ്പോൾ ഒരുപാട് ഇട റോഡുകളാണ്. അവിടെ ശങ്കിച്ച് നിന്ന് വീണ്ടും വിളിച്ചു. അപ്പോഴും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ നടന്ന് ഒടുവിലൊരു 2:45 MP അയ്യപ്പൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുള്ള ആ വീട് കാണുകയാണ്. MP അപ്പനും MP അയ്യപ്പനും എന്നുള്ള ആ ഒരു യോജിപ്പ് കാരണം എന്തോ വരട്ടെ എന്ന് കരുതി ഞാൻ ആ വീടിൻ്റെ ബെല്ലിൽ വിരലമർത്തി. ഉടനെ തന്നെ ഒരാൾ ഇറങ്ങി വന്നു. ആരാ, എന്താ? അപ്പം ഞാൻ പറഞ്ഞു, മഹാകവി MP അയ്യപ്പൻ സാറിൻ്റെ മകൻ താമസിക്കുന്ന വീടാണോ, മകനാണോ എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ വരൂ, കയറി വരൂ. അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. ചെന്ന് കയറിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, സാർ അത്യാവശ്യമായിട്ട് ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ വേണം കുടിക്കാൻ. അദ്ദേഹത്ത് പോയി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയൊക്കെ ഉണ്ട്. അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു. അത് കുടിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് കൂടെ വേണം. തണുത്തത് എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കും? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. അങ്ങനെ 2ാമത്തെ ഗ്ലാസും കൊണ്ടുവന്ന് കുറേ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സാറിൻ്റെ വീട് അന്വേഷിച്ചിട്ട്, സാറിൻ്റെ അച്ഛൻ താമസിച്ച വീട് അന്വേഷിച്ച് ഞാൻ നടന്ന് വലഞ്ഞ് വിയർത്ത് കുളിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം കുടിച്ചിട്ട് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ ആ കാലഘട്ടവും MP സാറിൻ്റെ പേര് ആ റോഡിൽ വരുന്നതിനെക്കുറിച്ചും സാറിൻ്റെ കവിതകളെക്കുറിച്ചും അങ്ങനെ വാചാലമായി ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. അന്ന് മനസ്സിൻ്റെ ചിന്തയോ എന്താണെന്നറിയില്ല. ഞാൻ ചെന്നത് ഡിസംബർ 10-ാം തീയതിയാണ്. 2003 ഡിസംബർ 10-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ഇന്ന് 22 വർഷം തികഞ്ഞ അതേ ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നതും അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സംസാരിക്കുന്നതും. എന്തൊരു നിശ്ചയം ആണെന്ന് തോന്നുന്നു. അന്ന് വൈകിട്ട് അവിടെ തന്നെ ഒരു ഹാളിൽ MP അയ്യപ്പൻ സാറിനെ കുറിച്ചുള്ള അനുസ്മരണവും അങ്ങനെയുള്ള ഒരു വിവിധ പരിപാടികൾ അന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ ചെന്നാൽ കുറച്ചധികം സംസാരിക്കും. മറ്റൊന്നുമല്ല, അവരെപ്പറ്റി പഠിക്കാൻ കിട്ടുന്നൊരു ചാൻസാണ്. പിന്നെ ആ വീട്ടിൽ ചെല്ലുന്നത് ചിലപ്പം 10 വർഷം കഴിഞ്ഞായിരിക്കും, ചിലപ്പം 15 വർഷം കഴിഞ്ഞായിരിക്കും, ചിലപ്പം പോയില്ല എന്നൊക്കെ വരും. അപ്പോൾ കാണുമ്പോൾ കുറേയധികം സംസാരിക്കുമ്പോൾ അവരെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും അവരുടെ ജീവിതചര്യകളും അവരുടെ പെരുമാറ്റ രീതികളും അതും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഞാനൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിച്ചു. ഞാൻ കണ്ടു എന്നുള്ളതിന് തെളിവ് വേണമല്ലോ. അത് കഴിഞ്ഞ് അതേപോലെ ഞാനും കുറേയൊക്കെ എഴുതുന്നതാണ്. എൻ്റെ 1-2 പുസ്തകങ്ങൾ തരാം എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ഈ പുസ്തകമാണ് ശനിവാരക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകവും, അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ശനിവാരക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകവും. അങ്ങനെ 2 പുസ്തകങ്ങൾ അദ്ദേഹം കയ്യൊപ്പിട്ട് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എൻ്റെ ഇതിലെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കും. ഇനി ഇവിടെ വരുന്നത് ഇനി ഏത് യുഗത്തിലാണ് അല്ലെങ്കിൽ എന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും MP അയ്യപ്പൻ സാറിൻ്റെ
അച്ഛനോടുള്ള മകൻ്റെ കാഴ്ചപ്പാടുകളും മറ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേയധികം വാചാലമായി സംസാരിച്ചു. അപ്പോൾ തിരക്കിനിടയിൽ അദ്ദേഹവുമായിട്ടുള്ളൊരു അഭിമുഖം എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ കഴിഞ്ഞില്ല. ആകെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്രയും നേരം ഞാൻ ഒരു 3/4 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് അദ്ദേഹവുമായി സംസാരിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്ന ആ 2 പുസ്തകം ഇവിടെ കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവക്കുറിപ്പുകളാണ്. ഒരു പ്രത്യേക ശൈലിയിലുള്ള എഴുത്ത്. ഇത് വായിച്ചാൽ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും പല പല ചിന്തകളാണ് ഇതിൽ ഉടലെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേയധികം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഹാകവി എം ബി അപ്പനെ ഓർത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്ന് ഞാൻ എഴുത്തുകാരനായ അദ്ദേഹത്തിൻ്റെ മകനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ ഇടവരുന്നതും അപ്രതീക്ഷിതമായിട്ടാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ്. അപ്പോൾ കണ്ടതും സംസാരിച്ചതും എഴുതി തന്നതും അനുഭവിച്ചറിഞ്ഞതും ആ കൃതികളെല്ലാം വായിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്നത്. അറിവും വിവേകവും പരിപാവനത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും വശ്യമായ ചിരിയും എല്ലാം കൊണ്ടും അച്ഛൻ്റെ മകൻ തന്നെ എന്ന് വിളിച്ചോതത്തക്ക രീതിയിൽ ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരനെ എങ്ങനെ കാണുന്നു, ഒരു എഴുത്തുകാരൻ മറ്റൊരു എഴുത്തുകാരൻ്റെ സൃഷ്ടിയെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ അന്യോന്യം മനസ്സിലാക്കാൻ ഇടയായി എന്നുള്ളതാണ് ആ സന്ദർശനം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇന്ന് മറ്റൊരു എഴുത്തുകാരനെ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ചന്ദ്രശേഖരൻ തമ്പാനൂർ. ഒരു ജംഗ്ഷനിലെത്തിയാൽ അല്ലെങ്കിൽ ഒരു തെരുവിൽ നമ്മൾ ഇറങ്ങിയാൽ 1000 പേരെ എടുത്താൽ അതിൽ 100 പേർ കവികളും കലാകാരന്മാരും എഴുത്തുകാരുമാണ്. അപ്പോൾ എല്ലാവരും തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആരുടെയും തെറ്റല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും? ജീവിതത്തിൻ്റെ ശ്രേണിയിൽ നമ്മൾ ഏതെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിച്ചറിയുക. അപ്പോൾ അയ്യപ്പൻ്റെ ശനിവാരക്കുറിപ്പുകൾ എന്നുള്ള ആ പുസ്തകം വായിച്ചപ്പോൾ എന്തുമാത്രം അറിവാണ് എനിക്കുണ്ടായത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കുക എന്നതിൽ സംശയമുണ്ട്. നിങ്ങളുടെ കഴിവിനെ എനിക്കും എൻ്റെ കഴിവിനെ നിങ്ങൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ നല്ലതിനെ നല്ലതാണെന്ന് പറയാനും നല്ലതിനെ അംഗീകരിക്കാനും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും നല്ലതല്ല എന്ന് തോന്നുവാണെങ്കിൽ നേരിൽ കണ്ട് വിമർശിക്കാനും ഒക്കെയുള്ളൊരു മനസ്സുണ്ടാവണം. അങ്ങനെയുള്ളൊരു മനസ്സും അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ ശനിവാരക്കുറിപ്പുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആലസ്യത്തിൽ നിന്നും നമ്മൾ ഉണർന്നു കഴിഞ്ഞ ശേഷം ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകളുണ്ട്. ഒരു ഫ്രഷ്നെസ്, ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഊർജം. ആ ഒരു ഊർജം കിട്ടും ഈ പുസ്തകങ്ങൾ വായിച്ചാൽ. ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണം, ഒരു നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു മനുഷ്യസ്നേഹി, പ്രത്യേകിച്ച് ഒരു മഹാകവിയുടെ മകനാകുമ്പോൾ അതിൻ്റെ മാധുര്യം വളരെ കൂടും. ഇനി എന്ന് ഞാൻ അദ്ദേഹത്തെ കാണും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.